അതുകൊണ്ട് തന്നെ യൂഷങ് യതിയുടെ ബോഡി ആരും അറിയാതെ മറവ് ചെയ്യും. എന്നാൽ വാണിയുടെ മരണത്തെക്കുറിച്ച് അവൻ അറിഞ്ഞത് പോലീസ് പറഞ്ഞിട്ടാണ്. മാങ്കോങ്ങിന് എന്തെങ്കിലും അറിയാമെങ്കിൽ അവനെ കണ്ടെത്തി സത്യം അറിയാനാണ് യൂഷങ് ശ്രമിച്ചത്. ചോദ്യം ചെയ്തപ്പോൾ മാങ്കോങ് ഇതുപോലെ അവൻ്റെ മുതലാളി പറഞ്ഞിട്ട് കാണാതായ കുറേ യുവതികളുടെ ശരീരം മറവ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഒരു ദിവസം ബോസ് വിളിച്ചിട്ട് മറവ് ചെയ്യാൻ പറഞ്ഞത് വാണിയുടെ ബോഡിയാണ്. ഇത് കണ്ട മാങ്കോങ്ങിന് അവളെ ഒരു അനാഥ ശവമായിട്ട് കുഴിച്ചിടാൻ തോന്നിയില്ല. പകരം അവളുടെ കൊലയാളികളെ പോലീസ് പിടിക്കാൻ വേണ്ടി അവനാണ് ആ ബോഡി മറ്റുള്ളവർക്ക് കാണാൻ പാകത്തിന് കനാലിൽ കൊണ്ടിട്ടത്. എന്നിട്ട് പോലീസിനെ വിളിച്ചറിയിച്ചു. അതും പോരാഞ്ഞ് പോലീസിന് കൂടുതൽ കാര്യങ്ങൾ തെളിവായി കൊടുക്കാനാണ് അവളുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ബോക്സിലാക്കി ഒരു വ്യാജ ബോംബാണെന്നുള്ള രീതിയിൽ പോലീസിനെ അറിയിച്ചത്. വാണിയെപ്പോലെ യതിയും മരിച്ചെന്ന് മനസ്സിലാക്കിയ വുജി യതിയുടെ ബോഡി പരിശോധിക്കും. വാണിയുടെ ബോഡിയിൽ കണ്ട അതേ മുറിവുകൾ യതിയുടെ ശരീരത്തിലുണ്ട്. ഒപ്പം അവൾക്കും ഇടത് കൈയിലെ മോതിരവിരലില്ല. ആ സ്ഥിതിക്ക് ഹൃദയവും കാണില്ലെന്ന് മാത്രവുമല്ല, കൊലയാളി ലക്ഷ്യമിടുന്നത് അതിഥി തൊഴിലാളികളായ സ്ത്രീകളെയാണെന്നും വുജിക്ക് മനസ്സിലാവും. ഈ 2 സ്ത്രീകളെയും കൂടാതെ വേറെയും സ്ത്രീകളെ മാങ്കോങ് കുഴിച്ചിട്ടെന്ന് യൂഷങ് പറഞ്ഞുകൊണ്ട് ഇതൊരു സീരിയൽ കില്ലിംഗ് ആണ്. വുജി കുട്ടി പോലീസിന് യതി മരിച്ചെന്നും തൽക്കാലം ഇതാരെയും അറിയിക്കേണ്ടെന്നും ഒപ്പം അവളുടെ കോൾ റെക്കോർഡിംഗ്സ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് പരിശോധിക്കാനും ആവശ്യപ്പെടും. എന്നാൽ ഈ സമയം കുട്ടി പോലീസ് ക്യാപ്റ്റൻ പറഞ്ഞിട്ട് മറ്റൊരു പോലീസുകാരനൊപ്പം ഒരു കേസ് അന്വേഷണത്തിന് പോകാൻ ഇറങ്ങുകയായിരുന്നു. അതുകൊണ്ട് പീരീഡ് ആയെന്ന് കള്ളം പറഞ്ഞിട്ട് കുട്ടി പോലീസ് വുജി ആവശ്യപ്പെട്ടതുപോലെ യതിയുടെ കോൾ റെക്കോർഡ്സും അവളുടെ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യും. എന്നിട്ട് വുജിയെ വിളിച്ചിട്ട് യതിയുടെ ഫോൺ ഓഫായിരുന്നു, എന്നാൽ 2 ദിവസം മുൻപ് സഫിയൻ്റെ ഫോണിലേക്ക് അവൾ വിളിച്ചിട്ടുണ്ട്, മാത്രമല്ല ഇപ്പം 3 മണിക്കൂറിന് മുമ്പ് വീണ്ടും സഫിയനെ വിളിച്ചിരുന്നു, എന്നിട്ട് ഫോൺ ഓഫാക്കിയെന്ന് പറയും. യതി മരിച്ചതെന്നാണെന്ന് വുജി ചോദിക്കുമ്പോൾ അതറിയില്ല, ബോഡി കിട്ടിയത് 1-ാം തീയതിയാണ്, പക്ഷെ ബോഡി കണ്ടിട്ട് മരിച്ചത് 31 ഡിസംബറിനായിരിക്കുമെന്ന് യൂഷങ് പറയും. ഉടനെ കുട്ടി പോലീസ് യതിയുടെ ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ 31-ാം തീയതിയായിരുന്നു യതിയുടെ ബർത്ത്ഡേ, അന്ന് തന്നെ അവൾ മരിച്ചോന്ന് അതിശയപ്പെടും. യതി 31-ാം തീയതി മരിച്ചെങ്കിൽ അതിനുശേഷം വെറും 2 കോൾ മാത്രമാണ് അവളുടെ ഫോണിൽ നിന്ന് പോയിട്ടുള്ളത്. അത് രണ്ടും സഫിയൻ്റെ ഫോണിലേക്കാണ്. ആ സ്ഥിതിക്ക് സീരിയൽ കില്ലറുടെ അടുത്ത ലക്ഷ്യം സഫിയനാണെന്ന് വുജിക്ക് മനസ്സിലാകും. സഫിയൻ്റെ പിറന്നാൾ എന്നാണെന്ന് വുജി ചോദിക്കുമ്പോൾ അത് നാളെയാണെന്ന് കുട്ടി പോലീസ് പറയും. ഇതോടെ സീരിയൽ കില്ലറിൻ്റെ പാറ്റേൺ വുജിക്ക് കിട്ടും. അതിഥി തൊഴിലാളികളായ സ്ത്രീകളെ അവരുടെ പിറന്നാളിന് 2 ദിവസം മുൻപ് അയാൾ തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അവരുടെ പിറന്നാളിന് കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് ഇല്ലാതാക്കും. മരണശേഷം അവരുടെ ഹൃദയവും മോതിരവിരലും എടുക്കും. ഒപ്പം ശരീരത്തിലെ മുഴുവൻ രക്തവും ഊറ്റിക്കളയും. ഇതിനൊപ്പം മരിച്ച ഇരകളുടെ ഫോണിൽ നിന്നാണ് പുതിയ ഇരകളെ അയാൾ വിളിക്കുന്നതും. പക്ഷേ അപ്പോഴും ബോഡി എന്തിന് അവർ ജോലി ചെയ്ത സ്ഥലങ്ങളിൽ കൊണ്ടിടുന്നു? അത് ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണെന്ന് വുജി ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്നത് യൂഷങ്ങാണ്. ബോഡി അയാൾ മറവ് ചെയ്യുന്നതിലും എളുപ്പം അവർ ജോലി ചെയ്യുന്ന കടകളിൽ തന്നെ ഇട്ടാൽ ആ കാര്യം പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടി ആ ഉടമകൾ തന്നെ ബോഡി ഡംപ് ചെയ്തോളും. കൊലയാളിക്കപ്പോൾ റിസ്ക് ഇല്ല. പെട്ടെന്നാണ് അവൾ സഫിയനെ ഓർക്കുന്നത്. എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തിയില്ലെങ്കിൽ അവളുടെ ജീവനും അപകടത്തിലാണ്. അവരുടനെ സഫിയനെ അന്വേഷിച്ചിറങ്ങും. സഫിയനെ യൂഷങ് അവസാനമായി കണ്ടത് തങ്ജിക്കൊപ്പമാണ്. അവനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഈ തൊഴിലാളികളെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് കില്ലർ. ആ സ്ഥിതിക്ക് അത് നിന്റെ ഫ്രണ്ട് തങ്ജി ആവാനും സാധ്യത കാണില്ലേന്ന് വുജി ചോദിക്കും. ഇത് കേട്ട യൂഷങ് മണ്ടത്തരം പറയാതെ അവൻ്റെ വീടിൻ്റെയും കാറിൻ്റെയും എല്ലാം സ്പെയർ കീ എൻ്റെ കയ്യിൽ അവൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന രീതി വെച്ച് നോക്കിയാൽ കൊലയാളി ബുദ്ധിമാനായിട്ടുള്ള ഒരു സീരിയൽ കില്ലറാണ്. അവനപ്പോൾ താക്കോലൊക്കെ മറ്റൊരാളെ ഏൽപ്പിക്കുമോ? എന്തായാലും സഫിയനെക്കുറിച്ചറിയാൻ തങ്ജിയെ കണ്ടാലേ പറ്റൂ. അതുകൊണ്ടവർ നേരെ അവൻ്റെ വീട്ടിലേക്ക് പോകും. തങ്ജിയുടെ അമ്മയോട് അവൻ എന്തിയെന്ന് തിരക്കുമ്പോൾ അവനൊരു ഓട്ടം കിട്ടി അതിന് പോയിരിക്കുകയാണെന്ന് പറയും. അപ്പോഴാണ് സഫിയൻ്റെ ബാഗ് അവിടെ ഇരിക്കുന്നത് വുജി കാണുന്നത്. അതിനെക്കുറിച്ച് തിരക്കുമ്പോൾ അവൻ കൂട്ടിക്കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുടെ ബാഗാണത്. ഇന്ന് രാവിലെ അവളൊരു ജോലി അന്വേഷിച്ച് പുറത്തേക്ക് പോയെന്ന് പറയും. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുട്ടി പോലീസ് അവിടേക്ക് വരുന്നത്. ഈ കുരുപ്പ് എങ്ങനെ ഇവിടെ എത്തിയെന്ന് വുജി അന്തം വിട്ട് നോക്കുന്നുണ്ട്. CCTV പരിശോധിച്ച കുട്ടി പോലീസിന് ഉച്ചയ്ക്ക് ഒരു CCTVയിൽ സഫിയൻ പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഒരു മഞ്ഞ കാറിൽ അവൾ കയറിപ്പോകുന്നുണ്ട്. ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് കയറി പോകുന്നതെങ്കിലും പെട്ടെന്ന് ഫോണിൻ്റെ സിഗ്നൽ കട്ടാകും. അതിനർത്ഥം കാറിൽ ജാമർ കാണുമെന്ന് വുജി പറയും.
കാറിന്റെ നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ അത് തങ്ജിയുടെ നമ്പർ പ്ലേറ്റ് ആണ്. കാറും അവന്റെ അതേ കാറാണ്. ഇതോടെ തങ്ജിക്ക് ഇതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ ഇതിനെല്ലാം പിന്നിൽ അവനാണെന്ന് യൂഷങ്ങിന് സംശയം തോന്നും. ഓട്ടത്തിലായിരുന്നുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്. രാത്രി തട്ടുകടയിൽ കാണാമെന്ന് തങ്ജി യൂഷങ്ങിനോട് പറഞ്ഞുകൊണ്ട് തന്നെ അവരവനെ തട്ടുകടയിൽ കാത്തിരിക്കും. കാറിൽ നിന്നിറങ്ങിയ ഉടനെ മുള്ളാമുട്ടി തങ്ജി ഓടി ബാത്റൂമിൽ പോകാൻ ഓടുമ്പോൾ യൂഷങ് സഫിയൻ എവിടെയെന്ന് ചോദിച്ച് അവനെ തടയും. ഉടനെ അതൊക്കെ പിന്നെ പറയാം, ഇപ്പോൾ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവൻ മുമ്പോട്ടോടും. എന്നാൽ യൂഷങ് അവനെ തള്ളി നിലത്തിടും. കുട്ടി പോലീസ് അപ്പോഴേക്കും തങ്ജിയെ ഹാൻഡ്കഫിട്ട് പൂട്ടും. നോക്കുമ്പോൾ നിലത്ത് ചെറിയൊരു നനവ്. തങ്ജി മുള്ളിപ്പോയി. അപ്പോഴാണ് വുജി വഴക്കിട്ടപ്പോൾ സഫിയൻ കാറിലടിച്ച കാര്യം ഓർക്കുന്നത്. അവൾ ഓടിപ്പോയി കാറിൽ നോക്കുമ്പോൾ തങ്ജിയുടെ കാറിൽ അടിയേറ്റ പാടുണ്ട്. എന്നാൽ സഫിയൻ കയറിപ്പോയ കാറിൽ ആ പാടില്ല. തങ്ജിയാണേൽ നാട്ടുകാരുടെ മുൻപിൽ വെച്ച് ഞാൻ മുള്ളിപ്പോയി, നോക്കിക്കോ, മാനനഷ്ടത്തിനെതിരെ ഞാൻ എല്ലാത്തിനും കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. വുജി തങ്ജിയോട് നീ നിന്റെ നമ്പർ പ്ലേറ്റ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് തിരക്കും. ഉടനെ തങ്ജി ഓ അതൊക്കെ വേറെ ആൾക്കാർ കൂടി കൊടുക്കാൻ പറ്റുമോ എന്ന് തിരിച്ചു ചോദിക്കും. ഉടനെ യൂഷങ് എടാ പൊട്ടാ, നിന്റെ നമ്പർ പ്ലേറ്റും നിന്റെ മഞ്ഞക്കാറും ഒരുത്തൻ ഉപയോഗിച്ച് ആളുകളെ കൊല്ലുന്നുണ്ടെന്ന് പറയും. ഉടനെ തങ്ജി ഏതാണ് അലവലാതി, അവൻ കാരണം ഞാൻ 1-2 തവണയല്ല പെറ്റി അടച്ചത്, എനിക്കവനെ ഇപ്പം കാണണമെന്ന് ദേഷ്യപ്പെടും. ഇത് കേട്ട വുജി ലാസ്റ്റ് പെറ്റി അടച്ച ഡേറ്റ് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അവൻ ആ ഡേറ്റ് പറയുമ്പോൾ അത് വെച്ച് വുജി ആ കാറിനെ കുറിച്ച് ട്രാഫിക് പോലീസിന്റെ സൈറ്റിൽ സെർച്ച് ചെയ്യും. ആ കാറ് സ്ഥിരം പാർക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെ ഒരു പാർക്കിംഗ് ലോട്ടിലാണെന്ന് അവർക്ക് മനസ്സിലാവും. അവിടേക്ക് 3 പേരും കൂടി അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ കാർ അവിടെ കിടക്കുന്നത് കാണും. തങ്ജിയുടെ അതേ നമ്പർ പ്ലേറ്റ് ആണ് ആ കാറിനും. കാറിനകത്തേക്ക് നോക്കിയ യൂഷങ് അതിലൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഇരിക്കുന്നത് കാണുന്നുണ്ട്. ഈ സമയം അടച്ചിട്ട മുറിയിൽ വീൽ ചെയറിൽ താഴെ മറിഞ്ഞു വീണ് കിടക്കുന്ന സഫിയൻ എങ്ങനെയും എഴുന്നേക്കാൻ നോക്കും. ഉടനെ കില്ലർ വന്ന് അവളെ ഇങ്ങനെ എഴുന്നേപ്പിച്ചിരുത്തും. എന്നിട്ടൊരു കേക്ക് അവിടേക്ക് കൊണ്ടുവരും. എന്നിട്ടത് സഫിയന്റെ നേരെ നീട്ടും. ഇത് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി കൊടുക്കുന്ന ചാങ്ഫു ആണ്. കാറിലെ ലൈസൻസ് കണ്ട യൂഷങ്ങിനും ഇതിന് പിന്നിൽ ചാങ്ഫു ആണെന്ന് മനസ്സിലാവും. ചാങ്ഫു കേക്കിലും മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടി ആ മെഴുകുതിരി ഊതിക്കെടുത്താൻ സഫിയനോട് പറയും. അവളാണേലും പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അവൾ ഒന്നും ചെയ്യരുതെന്ന് കരഞ്ഞു പറയും. ഉടനെ ചാങ്ഫു ഈ കസേരയിൽ നിനക്ക് മുമ്പേ ഇരുന്ന എല്ലാ പെണ്ണുങ്ങളും ഇത് പറഞ്ഞാ കരഞ്ഞത്, പക്ഷെ ഇത് കേട്ട എനിക്ക് ചിരി വരും. ഉടനെ സഫിയൻ നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ നീ എങ്ങും പോകാതെ ജീവിതകാലം മുഴുവൻ എനിക്കൊപ്പം ജീവിക്കാമോ എന്ന് ചാങ്ഫു അവളോട് തിരിച്ചു ചോദിക്കും. എന്നാൽ എനിക്ക് വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് സഫിയൻ ഉടനെ കരയാൻ തുടങ്ങും. എന്നാൽ ഈ കരച്ചിൽ കണ്ട ചാങ്ഫുവിന് അവൻ്റെ കാമുകിയാണ് ഓർമ്മ വരുന്നത്. അവളും ഒരു അതിഥി തൊഴിലാളിയായിരുന്നു. എന്നാൽ ചാങ്ഫുവിനെ പരിചയപ്പെട്ട ശേഷം അവള് അയാൾക്കൊപ്പമായിരുന്നു താമസം. അങ്ങനെ വളരെ സന്തോഷത്തോടെ മുൻപോട്ട് പോകുമ്പോൾ ചാങ്ഫുവിൻ്റെ പിറന്നാൾ ദിവസം അവളൊരു കേക്ക് ഉണ്ടാക്കും. അതിൽ ഈ കാമുകി ഉറക്കഗുളിക ചേർത്തിരുന്നു. എന്നിട്ട് അയാൾ ഉറങ്ങിപ്പോയതും അവൾ അയാളുടെ സമ്പാദ്യം മൊത്തം അടിച്ചുകൊണ്ട് പോകും. പൈസ പോയതിനേക്കാൾ ചാങ്ഫുവിന് സങ്കടം തോന്നിയത് ജീവന് തുല്യം സ്നേഹിച്ച കാമുകി പറ്റിച്ചിട്ട് പോയതാണ്. അതിനുശേഷം അയാളുടെ അടുത്ത് ഫേക്ക് ഐ ഡി ഉണ്ടാക്കാൻ വരുന്ന അതിഥി തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളെയൊക്കെ കാണുമ്പോൾ അയാൾക്ക് കാമുകിയാണ് ഓർമ്മ വരുന്നത്. അവളോടുള്ള ദേഷ്യം കൊണ്ടാണ് അയാൾ എല്ലാവരെയും ഇല്ലാതാക്കിയത്. ചാങ്ഫുവിനെ കാത്ത് അവൻ്റെ സ്റ്റുഡിയോയുടെ മുൻപിൽ വുജിയും ബാക്കിയുള്ളവരും അവനെ കാത്തിരിക്കുകയാണ്. കുട്ടി പോലീസ് ഇതിനിടെ ബാക്കപ്പിന് ആളെ വിളിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ക്ലൈമാക്സിൽ പോലീസിനെ സഹായത്തിന് വിളിച്ചാൽ എല്ലാം കഴിഞ്ഞിട്ടേ അവർ വരുത്തുള്ളൂ. കാത്തിരുന്നു ഒടുവിൽ യൂഷങ്ങിന് ദേഷ്യം വരും. നമുക്ക് അവൻ്റെ സ്റ്റുഡിയോയിൽ കയറി ചാങ്ഫുവിനെ അറസ്റ്റ് ചെയ്യാം. പോലീസ് വരുന്നത് നോക്കിയിരുന്ന അപ്പോഴേക്കും സഫിയൻ മരിച്ചിട്ടുണ്ടാകും. എന്നിട്ട് ബോഡി എടുക്കാനാണോ നമ്മൾ പോകുന്നതെന്ന് അവൻ ദേഷ്യപ്പെടും. ഉടനെ വുജി നീ കരുതുന്ന പോലല്ല, നമ്മൾ സ്റ്റുഡിയോയിൽ ചെന്ന് നോക്കുമ്പം സഫിയൻ അവിടെ ഇല്ലേല് അത് പിന്നെ പൊല്ലാപ്പാകും. വാറണ്ടില്ലാതെ അയാളെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. എന്നാൽ ബാക്കപ്പിന് പോലീസ് വന്നാൽ സഫിയൻ സ്റ്റുഡിയോയിൽ ഇല്ലേലും ചോദ്യം ചെയ്യാൻ പറ്റും. സഫിയൻ്റെ അടുത്തുള്ള ചാങ്ഫു ആണേൽ കേക്കിലെ മെഴുകുതിരി അവിടെ ഒരു ഡസ്റ്റ്ബിന്നിലേക്ക് ഇടും. അതിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെ കുറേ വേസ്റ്റ് സാധനങ്ങൾ ആ ഡസ്റ്റ്ബിന്നിലുണ്ട്. അത് കത്തുന്ന പുക ശ്വസിച്ചാണ് കാർബൺ മോണോക്സൈഡായിട്ട് മാറി ഇരകൾ മരിക്കുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചാങ്ഫു അയാളുടെ കാറിൽ അവിടേക്ക് വരും. ഉടനെ യൂഷങ് അയാളുടെ നേരെ ദേഷ്യപ്പെട്ട് ബഹളം വെച്ചുകൊണ്ട് ഓടിച്ചെല്ലും. അപകടം മനസ്സിലായ ചാങ്ഫു ഒരു കത്തിയുമായിട്ട് യൂഷങ്ങിനെ ആക്രമിച്ച് അവിടെ നിന്നും ഓടിപ്പോകും.
എന്നാൽ കുട്ടി പോലീസ് അയാളെ തടയും. അപ്പോഴേക്കും ചാങ്ഫുവിനെ വുജിയും യൂഷങ്ങും ചേർന്ന് ഹാൻഡ്കഫ് ഇടും. അന്നേരമാണ് ആളുടെ കയ്യിലെ ചോര വുജി കാണുന്നത്. പെട്ടെന്ന് അവൾ കുട്ടി പോലീസിനെ നോക്കുമ്പോൾ അവള് കുത്തേറ്റ് നിലത്ത് കിടക്കുകയാണ്. വേഗം വുജി ഓടിച്ചെന്ന് നോക്കുമ്പോൾ നമ്മൾ കാരണം ഇത്തവണ ആരും മരിച്ചില്ല, എന്നാൽ ഞാനിപ്പോൾ മരിക്കുമെന്നും പറഞ്ഞ് കുട്ടി പോലീസ് കരയും. ഉടനെ തന്നെ വുജി ഹാൻഡ്കഫ് ഇട്ട ചാങ്ഫുവിനെ കാറിൽ കയറ്റി കുട്ടി പോലീസിനെ അതേ കാറിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവളെ അവിടെ അഡ്മിറ്റാക്കി സഫിയൻ എവിടെയെന്ന് ചാങ്ഫുവിനോട് ചോദിക്കും. ഉടനെ അയാൾ സ്റ്റുഡിയോയിലുണ്ടെന്ന് കള്ളം പറയും. ഇതറിയാതെ വുജിയും യൂഷങ്ങും അയാളെയും കൊണ്ട് സ്റ്റുഡിയോയിൽ പോയി നോക്കുമ്പം അവിടെ സഫിയനില്ല. ഉടനെ ചാങ്ഫു യൂഷങ്ങിനോട്, നീ ഒരാളാണ് അതിഥി തൊഴിലാളികളെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്, അതുകൊണ്ട് നിനക്കൊരു സമ്മാനമുണ്ട്, ആ മുറിയിൽ പോയി നോക്കാൻ പറയും. അവൻ ചെന്ന് നോക്കുമ്പം ആ മുറി മൊത്തം കുറേ സ്ത്രീകൾ കരയുന്ന ഫോട്ടോകളും ആ ഫോട്ടോ പിടിച്ച് ചാങ്ഫു ചിരിച്ചിരിക്കുന്നതും കാണും. അവിടെ ഒരു കബോർഡുണ്ട്. അത് തുറന്നു നോക്കുമ്പം അതിൽ ചാങ്ഫു കൊന്ന സ്ത്രീകളുടെ എല്ലാം മോതിരവിരലും ഹൃദയവും അവിടെ ഇങ്ങനെ ഗ്ലാസ് ഭിത്തികളിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കാണും. ഇതെല്ലാം കണ്ട് യൂഷങ്ങിന്റെ സമനില തെറ്റിപ്പോകും. യൂഷങ്ങിന്റെ കരച്ചിൽ കേട്ട് വുജി ചാങ്ഫുവിനെ കൊണ്ട് അവിടേക്ക് വരും. അവളും ഇതെല്ലാം കാണും. സഫിയൻ എവിടെന്ന് ചോദിക്കുമ്പോൾ അയാൾ അത് കേൾക്കാത്ത പോലെ നിൽക്കും. ഇത് കണ്ട് യൂഷങ്ങിന് ദേഷ്യം വരും. അവൻ സഫിയൻ എവിടെയെന്നും ചോദിച്ച് ചാങ്ഫുവിനെ ആക്രമിക്കും. ഉടനെ വുജി അവനെ തടയാൻ നോക്കുമെങ്കിലും കൺട്രോള് പോയ അവൻ വുജിയെ തട്ടിമാറ്റി വീണ്ടും ചാങ്ഫുവിൻ്റെ അടുത്തേക്ക് ചെല്ലും. ഇനിയും അവനെ തടഞ്ഞില്ലെങ്കിൽ സഫിയനെ കണ്ടെത്താൻ പറ്റില്ലെന്ന് മനസ്സിലായ വുജി അവൻ്റെ കാൽമുട്ടിൽ വെടിവെച്ച് അവനെ അങ്ങ് സൈഡാക്കും. ഇയാൾ മരിച്ച സഫിയനെ നീ കാവടി നിരത്തി കണ്ടുപിടിക്കുമെന്ന് വുജി അവനോട് ദേഷ്യപ്പെടും. യൂഷങ്ങിനെ ഹോസ്പിറ്റലിലാക്കി തിരികെ വരുന്ന വഴി സഫിയൻ എവിടെയെന്ന് അവൾ ചാങ്ഫുവിനോട് ചോദിക്കും. അതിനുത്തരം പറയാതെ അയാൾ, നിന്നെ കണ്ടാലേ അറിയാം നീ ജീവിതം മൊത്തം വെറുത്തിരിക്കുകയാണ്, അതുമല്ല നീ ഭയങ്കര സെൽഫിഷാണ്, കൂടെ നിന്ന് ഒരുത്തനെയല്ലേ വെടിവെച്ചിട്ടത്, ഇത്രയും ആത്മാർത്ഥതയില്ലാത്തൊരു പെണ്ണാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളെ മാനസികമായിട്ട് തകർക്കാൻ നോക്കും. അത് മനസ്സിലാക്കിയ വുജി ചിരിച്ചുകൊണ്ട്, നീ എടുത്ത ഫോട്ടോകളെല്ലാം ഞാൻ കണ്ടു, നിനക്കാണ് ശരിക്കും ജീവിതത്തോട് വിരക്തിയുള്ളത്, അതുമല്ല എന്നേക്കാളും വലിയ സ്വാർത്ഥൻ നീയാണ്, ആളുകളെ ഇല്ലാതാക്കിയിട്ട് ആ ബോഡി മറ്റുള്ളവരെ കൊണ്ട് മറവ് ചെയ്യിക്കുന്ന നീയല്ലേ ഏറ്റവും വലിയ സ്വാർത്ഥനെന്ന് തിരിച്ചു ചോദിക്കും. അവൻ മിണ്ടാതിരിക്കുന്നത് കണ്ട വുജി, നിന്റെ കാമുകി നിന്നെ പറ്റിച്ചോണ്ട് പോയല്ലേ, അതെന്താ നീ സ്വാർത്ഥനാണെന്ന് അവൾ മനസ്സിലാക്കിയോന്ന് ചോദിക്കും. ഇത് കേട്ട ചാങ്ഫു, ഓ സൈക്കോളജിക്കൽ മൂവാണല്ലേ, എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കാറിൽ ഒരു ഹോള് ഞാൻ കണ്ടു, വലിയ പോലീസുകാരിയായിട്ടും നീ അത് മാറ്റിയിട്ടില്ല, അതിനർത്ഥം നിന്റെ കാമുകനോ ഭർത്താവോ ആരായാലും നിനക്ക് പ്രിയപ്പെട്ട ഒരാൾ ഈ കാറിൽ വെടിവെച്ച് മരിച്ചു കാണുമല്ലേ, നീ സ്വാർത്ഥമാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ അവൻ അങ്ങനെ ചെയ്തതെന്ന് തിരിച്ചു ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ വുജിക്ക് സങ്കടം വരും. ചാങ്ഫു അവൾക്ക് അയാൾ സഫിയനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കും. അതൊരു വലിയ കെട്ടിടമാണ്. അതിൻ്റെ ബേസ്മെൻറ്റിലാണ് അവളെ ഒളിപ്പിച്ചിരിക്കുന്നത്. ആ മുറിയിലെ ലോക്ക് ക്യാമറയുടെ ലെൻസ് പോലാണ്. ഒരു പ്രത്യേക രീതിയിൽ അത് തിരിച്ചാൽ മാത്രമേ വാതിൽ തുറക്കാൻ പറ്റൂ. പെട്ടെന്ന് ചാങ്ഫു, അയ്യോ ഞാൻ ഈ ഡോറിൻ്റെ പാറ്റേൺ മറന്നുപോയെന്ന് പറയും. ഉടനെ വുജി നിലത്തേക്ക് വെടിപൊട്ടിക്കും. ഡോറ് തുറന്നില്ലെങ്കിൽ ചിലപ്പോൾ അവൾ നെഞ്ചിലിട്ട് വെടിവെക്കുമെന്ന് തോന്നിയ ചാങ്ഫു, ഈ ശബ്ദം കേട്ടപ്പോഴാണ് എനിക്ക് ആ പാറ്റേൺ ഓർമ്മ വന്നതെന്ന് പറയും. എന്നാൽ വാതിൽ തുറന്ന് അയാൾ ഒറ്റയ്ക്ക് അകത്തേക്ക് കയറി വാതിലടയ്ക്കാൻ ശ്രമിക്കും. അത് തടയാൻ വുജി ശ്രമിക്കുമ്പം അവളുടെ കയ്യ് വാതിലിനിടയിൽ കുടുങ്ങും. വേദന സഹിക്കാൻ വയ്യാതെ അവൾ ഡോറിന് നേരെ വെടിവെക്കും. ഇതോടെ വാതിൽ തുറന്ന് ചാങ്ഫു അകത്തേക്കോടും. പിന്നാലെ വുജി ഓടുന്നുണ്ട്. അപ്പോഴേക്കും ആ ഡോർ അടയും. അതിൻ്റെ പാറ്റേൺ ആണെങ്കിൽ വുജിക്ക് അറിയത്തുമില്ലല്ലോ. അകത്തേക്ക് കയറിയ വുജി നോക്കുമ്പോൾ സഫിയനെയും കൊണ്ട് ചാങ്ഫു അവളുടെ നേരെ വരും. അതും പോരാഞ്ഞ് മയങ്ങി കിടക്കുന്ന സഫിയൻ്റെ കഴുത്തിൽ ചാങ്ഫു കത്തി വെച്ചിട്ട് കയ്യിലിരിക്കുന്ന തോക്ക് താഴെയിടാൻ പറയും. ആ മുറി മൊത്തം പുക നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അതായത് കാർബൺ മോണോക്സൈഡ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വുജിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. ചാങ്ഫു സഫിയനെയും കൊണ്ട് വാതിലിന് നേരെ നടക്കും. വീൽ ചെയർ വുജിക്ക് നേരെ തള്ളിവിട്ടിട്ട് അയാൾ വാതിൽ തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. എന്നാൽ വുജി അത് തടയും. ഉടനെ ചാങ്ഫു അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് വുജി തോക്കെടുത്ത് അയാൾക്കിട്ടൊന്ന് പൊട്ടിക്കും. പക്ഷെ അപ്പോഴേക്കും പുക ശ്വസിച്ചിട്ട് അവൾക്കും ശ്വാസം മുട്ടലാവും. വാതിൽ തുറക്കാൻ അവൾ ശ്രമിക്കുമെങ്കിലും പാറ്റേൺ അറിയാത്തതുകൊണ്ട് അവൾക്കതിന് പറ്റുന്നില്ല. ഒടുവിൽ ഒരുവിധം വാതിലിൻ്റെ ഗ്ലാസ് അവൾ അടിച്ചു പൊട്ടിക്കും. പിന്നെ കാണിക്കുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. വുജി അവളുടെ കാറ് വിൽക്കാനായിട്ട് പോവുകയാണ്. അവസാനമായി ഒരിക്കൽ കൂടി അവൾ ആ കാറിലിരുന്ന് ഭർത്താവ് യാങ്ചുനെ ഓർത്തിട്ട് കാർ അവിടെ കൊടുത്തിട്ട് തിരികെ പോകും.
സഫിയനും യൂഷങ്ങും ഹോസ്പിറ്റലിലാണ്. വുജി കുട്ടി പോലീസിൻ്റെ അടുത്ത് ഹാപ്പി ആയിട്ട് സംസാരിച്ചിരിക്കുന്നത് കാണിച്ച് ഈ സിനിമയ്ക്ക് കർട്ടനിടുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്തൊരു സിനിമയുമായി കാണാം. ടാറ്റാ.